ഗുഡ് മോർണിംഗ്. സയൻസിന് ചായ്വുകളുണ്ടോ എന്നുള്ളൊരു വിഷയമാണ്. പുതിയൊരു വിഷയമല്ല. ഒരുപാട് കാലമായിട്ട് നമ്മൾ സയൻസ് ന്യൂട്രലാണോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അത് തന്നെയാണ്. അപ്പോൾ സയൻസിനെ കുറിച്ച് ഞാനിപ്പോൾ വളരെ എല്ലാവർക്കും എഗ്രി ചെയ്യാവുന്ന ഒരു പ്രമേസിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ പരീക്ഷണങ്ങൾ കൊണ്ടും നിരീക്ഷണങ്ങൾ കൊണ്ടും ഒക്കെ മനസ്സിലാക്കുകയും യുക്തിസഹമായിട്ട് വിശദീകരിക്കുകയും ചെയ്യുന്ന സയൻസ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും, എല്ലാ പൊസിഷനുള്ളവർക്കും എഗ്രി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ സയൻസിലൊരു ഗവേഷണം നടത്തണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്തോ ആകട്ടെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും, മനുഷ്യ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘടനയോ പ്രവർത്തനമോ, ഇപ്പോൾ കൃഷ്ണമണി ആണെന്നറിയാം, പ്യൂപ്പിളിനെ കുറിച്ച് അതിൻ്റെ നിറമും അല്ലെങ്കിൽ ചലനവും എന്തോ ആയിക്കൊള്ളട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു മനുഷ്യ ശരീരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ ആരുടെ അടുത്ത് പോയാണ് പഠിക്കുന്നത്? ആരെയാണ് അതിന് പഠന വിധേയമാക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് അദാനി അംബാനി പോലെയൊക്കെയുള്ള ഉയർന്ന വിഭാഗത്തിലുള്ള സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും ഉയർന്ന വിഭാഗത്തിലുള്ള ആളുകളെ പോയി പഠിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ആരുടെ അടുത്തായിരിക്കും പോകുന്നത്? ഇനിയിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് യൂറോപ്യന്മാരെ പഠിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അമേരിക്കയിലുള്ള അവിടുത്തെ ഉയർന്ന റേസിലുള്ളവരെ പഠിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്ന് പോയി യൂണിവേഴ്സിറ്റികളിൽ, വലിയ ഇൻ്റർനാഷണലായിട്ടുള്ള അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് പോയി ഗവേഷണം നടത്തുന്നുണ്ട്. പക്ഷേ അവർ ഡേറ്റ എടുക്കുന്ന എപ്പോഴാണ്? വളരെ വളരെ അപൂർവമായിട്ട് ഡേറ്റ അവിടുത്തെ ആൾക്കാരുടെ അടുത്തുനിന്ന് എടുക്കാൻ പറ്റൂ എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഡേറ്റ എടുക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ വരണം. നമ്മുടെ നാട്ടിലുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, നമുക്ക് പ്രാപ്യരായിട്ടുള്ള, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് മാത്രമേ നമുക്ക് ഡേറ്റ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് റിസർച്ചും ഏത് ഗവേഷണവും നമ്മൾ എവിടെ നിന്ന് നോക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആരിലോട്ടാണ് നമ്മുടെ നോട്ടം പോകുന്നത്, എവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളതിനകത്ത് കാര്യമുണ്ട്. അപ്പം വേറൊരു അനലോജിക്കലായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു ക്യാമറ വയ്ക്കുന്ന, നമ്മൾ സാധാരണ സിനിമയിലൊക്കെ ഉപയോഗിക്കുന്നത് ക്യാമറ വയ്ക്കുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ. ക്യാമറ വയ്ക്കുന്ന ആംഗിളിനനുസരിച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. ആ കാണുന്നത് ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ശരിയായിരിക്കും, തീർച്ചയായിട്ടും ശരിയാണ്. അതിനകത്ത് വാസ്തവമുണ്ട്, സത്യമായ കാര്യമാണ്. പക്ഷേ ആ ആംഗിളിന് ഒരു കാര്യമാണ്. നമ്മൾ ചാഞ്ഞും ചരിഞ്ഞും ഒക്കെയാണ് നോക്കുന്നതെന്നുള്ളതാണ്. സയൻസിലൂടെ നമ്മൾ നോക്കുമ്പോഴും നമ്മൾ ചാഞ്ഞും ചരിഞ്ഞുമൊക്കെയാണ് നോക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ സയൻസ് എന്താണ് എന്നുള്ളതിന് ഒരുപാട് സിദ്ധാന്തങ്ങളും ഒരുപാട് തരത്തിൽ സയൻസിനെ വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ എൻലൈറ്റൻമെൻറ്റ് പീരീഡ്, നേരത്തെ ഉള്ളവരൊക്കെ പറഞ്ഞ ആ സമയത്തുള്ള 17-ാം നൂറ്റാണ്ട് മുതലുള്ള കാലം മുതൽ നമ്മൾ സയൻസിനെ സിദ്ധാന്തീകരിക്കുന്നു എന്നുള്ളതാണ്. സിദ്ധാന്തവൽക്കരിച്ച് സയൻസ് എന്താണെന്ന് നമ്മൾ വിശദീകരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് സയൻസ് ഇല്ലേ എന്നുള്ളതാണ്. ഞാൻ കാണുന്നത് മനുഷ്യൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, മനുഷ്യൻ്റെ ഒരു സ്വഭാവം, ഒരു സ്പീഷീസ് എന്നുള്ള നിലയിൽ തന്നെ മനുഷ്യരുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് മാറ്റി തീർക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള വലിയൊരു കാര്യമാണ്. വലിയ കാര്യമൊന്നും പറയാൻ പറ്റില്ല, കാര്യമാണ്. മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ മാറ്റി തീർക്കാനുള്ള കഴിവ് മനുഷ്യൻ ആർജിച്ചത് തന്നെ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന്, നമ്മൾ ടൂൾസ് വികസിപ്പിച്ചിട്ട്, ഉപകരണങ്ങൾ വികസിപ്പിച്ചു. ആ ടൂളുകൾ തന്നെ പിന്നീട് വരുന്ന എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതിനെ നമുക്ക്, ആ നോളജിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നു, അടുത്ത ആളുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് വളരെ വലിയ ഒരു മാറ്റം മനുഷ്യർക്ക് ഉണ്ടാക്കിയത്. അതിനോടൊപ്പം തന്നെ ലാംഗ്വേജ് എന്ന് പറയും, ഭാഷയും ഇതുപോലെ തന്നെയാണ്. നമുക്ക് ജ്ഞാനോൽപാദനം നടത്തുകയും ആ ജ്ഞാനം മറ്റു ആളുകളിലേക്ക്
വ്യാപിപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്നു, തലമുറകളോളം മാറ്റാൻ കഴിയുന്നു എന്നുള്ളതാണ് മനുഷ്യരെ ഇത്രയധികം വ്യത്യസ്തരാക്കിയതും നമുക്കൊരു പരിധിവരെ ലോകത്തെ മാറ്റിയെടുത്ത് നമുക്ക് അനുകൂലപ്പെടുത്തിയെടുക്കാനും കഴിഞ്ഞത് ഈ കഴിവുകളാണ്. പക്ഷേ ഈ കഴിവുകൾ നമ്മൾ ശാസ്ത്ര സിദ്ധാന്തത്തോടു കൂടിയല്ല ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അതിനു മുമ്പേ ഉണ്ട്. ഹോമോസാപ്പിയൻസ് ആകുമ്പോൾ തന്നെ അതിൻ്റെ കൃത്യമായ ഇതൊന്നും എനിക്കറിയില്ല എങ്കിൽ പോലും നമ്മൾ മനുഷ്യരാകുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 1,00,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അവിടെ മുതലേ സയൻസ് ഉണ്ട്. സയൻസ് മനുഷ്യൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവവും ആണ് എന്നുള്ളത്. അതിൽ 2 കാര്യങ്ങൾ പറഞ്ഞ ചെയ്യലും എന്താണ് നമ്മൾ ചെയ്യുന്നത്, ചെയ്യുന്നു, അറിയുന്നു. ഈ 2 കാര്യങ്ങളാണ്. ചെയ്യുന്നത് ടൂളുകൾ വഴിയും അറിയുന്നത് ലാംഗ്വേജ് വഴിയും ഉള്ളത്. പരസ്പരം വളരെയധികം ബന്ധിക്കപ്പെട്ടിട്ടുള്ള കാര്യവുമാണ്. അത് വേറെ വേറെ നിൽക്കുന്നതല്ല. പരസ്പര ബന്ധിതമായിട്ടുള്ള ഈ 2 സ്വഭാവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മനുഷ്യരുടെ ഒരു സയൻസിനോടുള്ള എൻ്റെ ഒരു സമീപനം അങ്ങനെയാണ്. ഇത് വളരെ വ്യത്യസ്തരായിട്ടുള്ള സയൻസിനെ സമീപിച്ചിട്ടുള്ള ആളുകളാണ്. ഇത് എല്ലാമൊന്നുമില്ല. ഒരുപാട് സിദ്ധാന്തങ്ങൾ കോൺട്രവേഴ്സ്യലായിട്ടും പരസ്പരം എതിർത്തുകൊണ്ടുമൊക്കെയുള്ള ഒരുപാട് സിദ്ധാന്തങ്ങൾ സയൻസിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. വളരെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ 2-3 പേരെ എടുത്തു എന്നേ ഉള്ളൂ. ഒന്ന് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ ഈ സമയത്തൊന്നുമല്ല, വളരെ മുമ്പ് ജീവിച്ചിരുന്ന BC 4-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്ന ആളാണ്. പക്ഷേ അരിസ്റ്റോട്ടലിനെ നമ്മൾ എടുക്കുന്നത് പലപ്പോഴും ശാസ്ത്രത്തിൻ്റെ ഒരു ആദ്യകാല വിശദീകരണങ്ങളൊക്കെ അരിസ്റ്റോട്ടലിൽ നിന്ന് കാണാൻ പറ്റും. ആർക്കും അരിസ്റ്റോട്ടലിനെ നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള ആളാണ്. അത് പിന്നെ ഭൗതിക ലോകത്തിനെ അല്ലെങ്കിൽ നേച്ചറിനെ, പ്രകൃതിയെയൊക്കെ വിശദീകരിക്കുന്നതിനുള്ള തുടക്കം അല്ലെങ്കിൽ ശ്രമങ്ങൾ അരിസ്റ്റോട്ടലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷെ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ അപ്രോച്ചാണ്. മെറ്റാഫിസിക്സ് എന്നുള്ളത്. മെറ്റാഫിസിക്സിന് ഇപ്പോഴും വേറെ പലതരത്തിലും പ്രസക്തി ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ മെറ്റാഫിസിക്സ് എങ്ങനെയാണ് നമ്മുടെ സയൻസുമായിട്ട്, ഫിസിക്സ് പോലെയുള്ള സയൻസുമായിട്ട് അന്ന് ബന്ധപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ അന്ന് എങ്ങനെയാണ് അവർ വിശദീകരിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. എല്ലാ സയൻസിൻ്റെയും സയൻസാണ് മെറ്റാഫിസിക്സ് എന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു ഹയറാർക്കിയുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ശാസ്ത്രം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞത് ഇതിനേക്കാൾ ഉപരിയായിട്ടുള്ളതാണ് മെറ്റാഫിസിക്സ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളെയും വിശദീകരിക്കാൻ പറ്റുന്ന, സയൻസിനെ തന്നെ വിശദീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ മെറ്റാഫിസിക്സിനെ അന്ന് ഇവരൊക്കെ വിശദീകരിച്ചിരുന്നതെന്നുള്ളതാണ്. പിന്നീട് എല്ലാവർക്കും അറിയാലോ, കാൾ പോപ്പർ ഒക്കെ ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. സയൻസിനെ വേറൊരു തരത്തിൽ ഫാൾസിഫയബിലിറ്റിയാണ് സയൻസിൻ്റെ സമീപനം എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എംപിരിസിസം, ലോജിക്കൽ പോസിറ്റിവിസം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതിനേക്കാൾ അപ്പുറത്ത് ഒരു തെറ്റാണെന്ന് കൂടി തെളിയിക്കാൻ പറ്റുന്ന, ഫാൾസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് സയൻസിൻ്റെ രീതി എന്നുള്ളതാണ് കാൾ പോപ്പർ പറയുന്നത്. പിന്നെ അതിനുശേഷം ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. അതിൽ കാൾ പോപ്പർ കഴിഞ്ഞിട്ടുള്ള തോമസ് ക്യൂൺ ഒരുപാട് കോൺട്രവേഴ്സി ഉള്ള ആളാണ്. ഞാൻ അതൊന്നും പറയാനല്ല ഉദ്ദേശിക്കുന്നത്. തോമസ് ക്യൂണിൻ്റെ സമീപനം എന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ്. ഈ പറഞ്ഞ ന്യൂട്ടോണിയൻ ഫിസിക്സിൽ നിന്ന് എങ്ങനെയാണ് ഐൻസ്റ്റീനിയൻ ഫിസിക്സിലേക്കൊക്കെ മാറുന്ന സമയത്തുണ്ടാകുന്ന പാരഡൈം ഷിഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. സയൻസ് നോർമൽ സയൻസ് എന്നും പിന്നെ റെവല്യൂഷണറി സയൻസ് എന്നും പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നോർമൽ സയൻസ് എന്നാൽ നമുക്കുള്ള പസിൽസിനെ, അപ്പോൾ ഒരു പാരഡൈമിലായിരിക്കും ഒരേ സമയത്ത് ആളുകൾ ചിന്തിക്കുന്നത്. ആ സമയത്തുണ്ടാകുന്ന പസിലുകളെ സോൾവ് ചെയ്താണ് സയൻറ്റിസ്റ്റുകൾ പോകുന്നത്. അവിടെ ഒരു ക്വസ്റ്റ്യനിങ് വരുന്നില്ല. ഇപ്പം ന്യൂട്ടോണിയൻ പാരഡൈം ആണെങ്കിൽ അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അപ്പോൾ അതിലിങ്ങനെ അനോമലീസ് വന്നതിന് ശേഷം പുതിയൊരു റെവല്യൂഷനിലേക്ക്, ഒരു പാരഡൈം ഷിഫ്റ്റ് എന്നാണ് പറയുന്നത്, പാരഡൈമിലേക്ക് പോകുന്നു എന്നുള്ളതൊക്കെയാണ്. അതിനിവിടെ പ്രസക്തിയൊന്നുമില്ല. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരു കാര്യം സമീപനങ്ങളിൽ മാറ്റം വരുന്നു എന്നുള്ളത് മാത്രമാണ്. ശാസ്ത്രത്തോടുള്ള നമ്മുടെ സമീപനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയൊരു ഷിഫ്റ്റായിട്ട് ഞാൻ കാണുന്നത് ഈ മെറ്റാഫിസിക്സിൽ നിന്നും എത്തിക്സിലേക്കുള്ള ഒരു മാറ്റമാണ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്?
ഇന്നിപ്പോൾ റിസർച്ച് ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ എവിടെ റിസർച്ച് ചെയ്യണമെങ്കിലും നമുക്ക് എത്തിക്കൽ കമ്മിറ്റിയുടെ ഒരു സാങ്ഷൻ വേണം. എത്തിക്കൽ കമ്മിറ്റി സാങ്ഷൻ ഇല്ലാതെ ഒരു റിസർച്ചും അപ്രൂവ് ചെയ്യപ്പെടില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു മാറ്റമുണ്ടായി എന്നുള്ളതാണ്, വലിയൊരു മാറ്റമുണ്ടായി എന്നുള്ളതാണ്. അതിൽ പിന്നെ ഈ പറഞ്ഞ കുറച്ചുകൂടെ മനുഷ്യർ എന്നുള്ള ഒരു ആശയത്തിലേക്ക്, അല്ലെങ്കിൽ തുല്യത എന്ന് പറയുന്ന ആശയത്തിലേക്കൊക്കെ ഉള്ള ഒരു വലിയ പരിവർത്തനം. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, മനുഷ്യരെ നമുക്കിഷ്ടമുള്ളതുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ മുകളിൽ അനാവശ്യ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു വലിയ ബോധ്യം മാനവരാശിക്ക് തന്നെ ഉണ്ടായതിൻ്റെയാണ്. ആ ഒരു മാറ്റത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഇത് കാണുന്നത്. പഴയ കാലത്തിലെ സയൻസിനോടുള്ള സമീപനത്തിൽ നിന്നും വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായി എന്നുള്ളത് മാത്രം സൂചിപ്പിക്കാനാണ് ഞാനിത് കാണിച്ചിട്ടുള്ളത്. ഇപ്പം നേരത്തെ നടന്നിട്ടുള്ള ചില പരീക്ഷണങ്ങൾ അതിന് ഉദാഹരണമാണ് 1930കളിൽ അമേരിക്കയിൽ ഒരു പഠനം നടത്തിയത്. ടസ്കീജി സ്റ്റഡി എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ പഠനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതായത് സിഫിലിസ് എന്ന് പറഞ്ഞ രോഗം നമുക്കറിയാം. പണ്ട് കാലത്ത് നമ്മൾ കപ്പൽ പുണ്ണെന്നൊക്കെ പറഞ്ഞിരുന്ന രോഗമാണ്. അന്നും ഒരുപാട് യാത്ര ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ നമ്മുടെ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ആളുകൾ കൊണ്ടുകൊടുത്ത ഒരു രോഗമാണ് സിഫിലിസ്. ആദ്യകാലത്ത് സിഫിലിസിന് ചികിത്സയില്ലായിരുന്നു. പക്ഷെ പെനിസിലിൻ കണ്ടുപിടിച്ചതിന് ശേഷം, ഇപ്പോഴും പെനിസിലിൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല ചികിത്സ. പെനിസിലിൻ കണ്ടുപിടിച്ചതിന് ശേഷം അത് സുഖപ്പെടുത്താവുന്ന ഒരു രോഗമാണ് സിഫിലിസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പരീക്ഷണത്തിൽ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ആഫ്രിക്കൻ അമേരിക്കനായിട്ടുള്ള ബ്ലാക്കായിട്ടുള്ള ആളുകളിൽ ഈ മരുന്ന് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, മരുന്ന് കൊടുത്ത് നമുക്ക് സുഖമാക്കാൻ പറ്റും, പക്ഷേ മരുന്ന് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പഠിക്കാൻ വേണ്ടി ഇവർക്ക് മരുന്ന് കൊടുക്കാതെ അവർ മരിക്കുന്നത് വരെ, മരിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ശരീരത്തിൽ വരുന്നു, അതിനു മുമ്പ് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇന്ന് നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ അതിനേക്കാൾ മോശമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഗാസ തന്നെയാണ് ഉദാഹരണം. അവിടെയൊക്കെ എന്താണ്, നമുക്ക് ഒരു മെഡിക്കൽ എത്തിക്സും നമുക്ക് പറയാൻ പറ്റില്ല. ആശുപത്രികൾ തന്നെ ആശുപത്രികൾ ബോംബിടുക എന്നൊക്കെ പറഞ്ഞ പണ്ട് കാലത്ത് ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്. ഇന്ന് ആശുപത്രികൾ തന്നെ ബോംബിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇപ്പോഴെന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള റിസർച്ചിൽ നമുക്ക് ഇത്തരം അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസമാണ്. ഉണ്ടാകും, പലതും മറച്ചു വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെ വളരെ ബ്ലേറ്റൻ്റായിട്ട് നമുക്ക് ഇങ്ങനൊരു പഠനം നടത്തുമ്പോൾ അതിൻ്റെ നേരത്തെ അതിന് പ്രയോജനമുള്ള മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും റിസർച്ച് നടത്തുമ്പോൾ നേരത്തെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് മാത്രമേ പുതിയതായി കൊടുക്കുന്ന ഒരു മരുന്നിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതാണിപ്പം പൊതുവായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു എത്തിക്സ്, അതാണ് എന്നുള്ളതാണ്. ഇനി ഞാൻ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വരികയാണ്. അത് എത്രത്തോളമാണ് എല്ലാവരും ഉൾക്കൊള്ളുകയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ നൈതികത എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ എത്തിക്സിനെ കുറഞ്ഞു വരുന്നു. ഈ എത്തിക്സ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ രാഷ്ട്രീയം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ വളരെ എത്തിക്കലായിട്ടുള്ള രീതികൾ ശാസ്ത്രത്തിലേക്ക് വരുന്നതിനൊരു പ്രധാന കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ന്യൂറംബർഗ് വിചാരണയാണ്. അത് നാസിയുടെ കാലത്ത് അവരുടെ എതിരാളികളെ, ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ള ആളുകളെ, ജൂതന്മാരെയൊക്കെ ഒരു എത്തിക്സും ഇല്ലാതെ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കിയിരുന്നു. ഒരു അതികഠിനമായിട്ടുള്ള തണുപ്പിലും അതുപോലെ മയക്കുമരുന്നൊന്നും കൊടുക്കാതെ വളരെയധികം വേദന എടുക്കുന്ന തരത്തിൽ, അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന തരത്തിലുമുള്ള റിസർച്ചുകൾ നടത്തിയിരുന്നു. അത് പിന്നീട് യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ന്യൂറംബർഗിൽ വെച്ചിട്ടുള്ള ഈ ചെയ്ത ആളുകളെയൊക്കെ തന്നെ, അതിനകത്ത് ഒരുപാട് ഗവേഷകരും ഡോക്ടർമാരൊക്കെ തന്നെയാണ് അത്തരം ഗവേഷണങ്ങൾ നടത്തിയത്. അതിൽ നിന്ന് അവരൊരുപാട് നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അറിവുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ അറിവുണ്ടാക്കുന്ന പ്രോസസ്സിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇത്തരം അവരെ അതികഠിനമായ വേദനയ്ക്കും അതികഠിനമായിട്ടുള്ള തണുപ്പിനുമൊക്കെ വിധേയരാക്കിയിട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ചെയ്തവരെയൊക്കെ തന്നെ വീണ്ടും വിചാരണ ചെയ്തു. അതാണ് മെഡിക്കൽ എത്തിക്സിലേക്ക്
പോകാനുള്ള ഒരു പ്രധാന കാരണം. പക്ഷെ അവിടെ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ്. ഇപ്പം രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയമാകാം, പണമുള്ള രാജ്യങ്ങളും ഇല്ലാത്തവരും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെയാണ് നമ്മൾ പഠനത്തിന് വിധേയരാക്കുന്നത് എന്ന് നോക്കുമ്പോൾ പണമില്ലാത്ത ആളുകളെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോൾ തന്നെ ഇന്ന് നമുക്ക് മനുഷ്യരാശിക്ക് മൊത്തം എൻ്റെ അഭിപ്രായത്തിൽ ഒരു ബോധം, അവകാശബോധം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബോധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരുപക്ഷെ ഒരുപാട് അടിച്ചമർത്തലൊക്കെ കൊണ്ട് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിരിക്കാം. ആ അവസ്ഥകൾ ഉള്ളപ്പോഴും എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആത്മാഭിമാനത്തെ ആളുകൾ ഉണർത്തിയെടുക്കും എന്നുള്ളതാണ്. അതിനെയാണ് ഞാൻ രാഷ്ട്രീയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരു കാലത്താണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ സയൻസിനെയും നമുക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തി നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. എന്താണ് രാഷ്ട്രീയം എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് പല ആശയങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഞാനത് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളുടെ പൊസിഷൻ എന്താണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്നതാണ് രാഷ്ട്രീയം, വേറൊന്നുമല്ല. നമ്മൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റു പല തരത്തിലുള്ള ശ്രേണികളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ജാതി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള ലിംഗപരമായിട്ടുള്ള പൊസിഷനായിരിക്കാം. പലതരത്തിലുള്ള പൊസിഷനുകളിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള നമ്മുടെ തന്നെ തിരിച്ചറിവിനെയാണ് നമ്മൾ രാഷ്ട്രീയം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവുള്ള സമൂഹത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ട സമൂഹത്തിലാണ് നമ്മൾ സയൻസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് സയൻറ്റിഫിക് റിസർച്ചുകളുടെയും ഫലം എങ്ങനെയാണ് നമ്മൾ അത് സമൂഹത്തിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്, ഇത്തരം അധികാര നിലകളെ അത് എത്രത്തോളം ചോദ്യം ചെയ്യാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ അധികാര നിലകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി എത്രത്തോളം സഹായകമാകുന്നു എന്നതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. സയൻസിന് അതിൻ്റെ ആ രീതിയിൽ പോകുമ്പോൾ അത് ന്യൂട്രൽ തന്നെയാണ്, അതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അതിനെ സയൻസിൽ നമ്മൾ ഉയർത്തുന്ന ചോദ്യങ്ങളും അതിന് നൽകുന്ന വിശദീകരണങ്ങളും പലപ്പോഴും ഈ രാഷ്ട്രീയ മാനങ്ങളുള്ളതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ എല്ലായ്പ്പോഴും പത്രങ്ങളിൽ വരികയും അല്ലെങ്കിൽ പലപ്പോഴും ഒഫീഷ്യൽ ഡോക്യുമെൻറ്റുകളിലും വരികയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹോമോസെക്ഷലായിട്ടുള്ള ആളുകളുടെ ഇടയിലാണ് കൂടുതൽ HIV ഉള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മളത് കണക്കുകൾ വെച്ചിട്ടായിരിക്കും പറയുന്നത്. കണക്കുകൾ എടുക്കുമ്പോൾ നമ്മൾ ഈ കണക്കുകൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഒരുപാട് അങ്ങനത്തെ ക്ലിനിക്കുകളുണ്ട്, ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ക്ലിനിക്കുകളുണ്ട്. അപ്പോൾ അത്തരം ക്ലിനിക്കുകളിൽ നമ്മൾ ഡേറ്റ എടുത്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് കൂടുതലായിരിക്കാം. പക്ഷെ സയൻസാണ് നമ്മൾ പറയുന്നത്, അത് സയൻസ് എന്നുള്ള രീതിയിലാണ് അത് പ്രചരിപ്പിക്കപ്പെടുന്നതും. പക്ഷെ സിമ്പിളായ ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് അതിൻ്റെ ഡിനോമിനേറ്റർ എന്താണ്, ഏതാളുകളിലാണ് നോക്കുമ്പോഴാണ് നമ്മളിത് കമ്പയർ ചെയ്യണമല്ലോ. നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. നമ്മളെങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിനോമിനേറ്റർ പോപ്പുലേഷൻ അറിയണം. എത്ര ആളുകളിൽ, ഇപ്പോൾ എത്ര ഹോമോസെക്ഷലായിട്ടുള്ള ആളുകളിലാണ് നമ്മളിത് ചെയ്തത്, അല്ലെങ്കിൽ എത്ര ഹെട്രോസെക്ഷലായ ആളുകളിലാണ് ഇത് ചെയ്തത്. അതങ്ങനെ കമ്പയർ ചെയ്തെങ്കിൽ, താരതമ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അത് കൂടുതലാണോ ഇല്ലയെന്ന് പറയാൻ പറ്റുള്ളൂ. അതൊരു കാര്യമാണ്. പക്ഷെ അത് മാത്രവുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ശ്രേണീബദ്ധമായിട്ടുള്ള ഒരു വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ ചില ആളുകളെ നമ്മൾ ഇവരെ LGBTQI ആളുകളെയൊക്കെ നമ്മൾ മാർജിനലൈസേഷനുമല്ല, നമ്മൾ ആബ്ജെക്ഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു തരത്തിലും നമ്മുടെ സമൂഹത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. നിയമപരമായിട്ട് പോലും അവർ നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. 2018 ശേഷമാണ് അവർ നിയമപരമായിട്ട് പോലും അവർക്ക് നിലനിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിനെ വീണ്ടും നമ്മൾ ഇത്തരം ഡേറ്റ ഒന്നാമത് ശരിയാണെങ്കിൽ പോലും അതിനെ പ്രോജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ അതിന് അവിടെ നമ്മളതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും എന്നുള്ളതാണ്.
സയൻസിൻ്റെ രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഒരുപാട് ദൈവത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണല്ലോ. അപ്പം ഇനി ഒരു ദൈവം നമുക്ക് വേണമെങ്കിൽ ആ ദൈവം രാഷ്ട്രീയമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തമാശയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഈ സയൻസിനെ ഉപയോഗിക്കുന്നത് ആരാണ്? നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് പവർ സ്ട്രക്ചറുമായിട്ടുള്ള അധികാരവുമായിട്ടുള്ള ഒരു വലിയ ബന്ധമുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന കമല സൊഹാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർ ഇന്ത്യയിൽ ആദ്യമായിട്ട് PhD എടുത്ത സ്ത്രീയാണ്. പക്ഷേ അവർക്ക് അന്ന് പിന്നെ സി വി രാമൻ വർക്ക് ചെയ്തിരുന്ന ബാംഗ്ലൂരിലെ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് IIS സയൻസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർക്ക് ആദ്യം പ്രവേശനം കൊടുത്തിരുന്നില്ല. എന്തുകൊണ്ടാണ്? സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർക്ക് പ്രവേശനം കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. ഇത് സ്ത്രീകളെ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണുള്ളത്. അതിനും അതിൻ്റേതായ രാഷ്ട്രീയമുണ്ടല്ലോ, ജെൻഡർ രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ കൊണ്ടുവന്നാൽ ഒന്നാമത് അവർക്ക് കഴിവ് കുറവാണ്, ബുദ്ധി കുറവാണ്, മാത്തമാറ്റിക്സ് പോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ പുരുഷന്മാരെ വഴിതെറ്റിക്കും, പുരുഷന്മാരുടെ ശ്രദ്ധ മാറിപ്പോകും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സ്ത്രീകളെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്നു. പക്ഷെ അവരത് വീണ്ടും വീണ്ടും പെർസ്യൂ ചെയ്യുകയും അവർ അതിലേക്ക് കയറുകയൊക്കെ ചെയ്തു. അത് പിന്നീട് ഉണ്ടായതാണ്. പക്ഷേ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടുതലും യൂണിവേഴ്സിറ്റികളിലൊക്കെ സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്, സ്ത്രീകളാണ് ഗവേഷണം നടത്തുന്നത് എന്നൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കിത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇത് അധികം കാലമൊന്നും ആയിട്ടില്ലാത്ത ഒരു സംഭവം കൂടിയാണ്. അപ്പം ഞാൻ കുട്ടിക്കാലത്ത് നമുക്കൊക്കെ എനിക്കും എന്നെ പോലെയുള്ള ഒരുപാട് പേർക്കും സയൻസിൽ താല്പര്യം ഉള്ളവരുണ്ടാകും. പക്ഷെ അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ വിചാരിക്കുന്ന ഏതൊരാളെയും പോലെ നമുക്കൊരു സയൻറ്റിസ്റ്റ് ആകാം. എനിക്കും സയൻറ്റിസ്റ്റ് ആകാനായിരുന്നു താല്പര്യം. അപ്പോൾ നമുക്കൊരു സയൻറ്റിസ്റ്റ് ആകാൻ പറ്റും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ വലുതായി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് സയൻറ്റിസ്റ്റ് ആകാൻ പറ്റില്ല എന്നുള്ള. ഒന്ന്, പിന്നെ ഈ ജെൻഡർ ബോധം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ളവരൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും അതിന് അധികം ഫേവർ ചെയ്യില്ല. പിന്നെ നമ്മുടെ പോലെയുള്ള രാജ്യത്ത്, ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് എത്രത്തോളം നമുക്ക് ഈ ബേസിക് സയൻസിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യം, ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ചോദിക്കുമായിരിക്കും ഒരുപക്ഷെ എത്രയോ സയൻറ്റിസ്റ്റുകൾ, സ്ത്രീകളായിട്ടുള്ള സയൻറ്റിസ്റ്റുകളുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അവരിതിനെയൊക്കെ അതിജീവിച്ച് അത്രയും എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഒരുപക്ഷെ ഒരു സയൻറ്റിസ്റ്റ് ആയിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥാപനങ്ങളുണ്ടല്ലോ. ഇപ്പോഴാണെങ്കിൽ പോലും ഏത് സ്ഥാപനങ്ങളാണ് ഈ ഗവേഷണം ചെയ്യുന്നതെന്നുള്ളത് വളരെ വളരെ പ്രധാനം. ഇതൊന്നും സാധാരണ നമ്മൾ റിസർച്ചിനെ കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കാറില്ല. ഇപ്പം ഞാൻ എൻ്റെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ ഞാൻ ഒരു അക്കാഡമിക് ഫീൽഡിലും അതുപോലെ തന്നെ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആക്ടിവിസം എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലും ജീവിച്ച ഒരാളാണ്. അപ്പം ഞാൻ MBBS കഴിഞ്ഞതിന് ശേഷവും അതുപോലെ MD കഴിഞ്ഞതിന് ശേഷവും ഒക്കെ തന്നെ ഈ കൺഫ്യൂഷൻ, ഇപ്പോഴും ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. റിസർച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷേ റിസർച്ച് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഈ അധികാര ബന്ധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അധികാര സ്ഥാപനങ്ങളെക്കുറിച്ച് അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്ന നമ്മളൊരു റിസർച്ച് ചെയ്ത് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോൾ അറിവുണ്ടാക്കി കഴിഞ്ഞാൽ, നോളജ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. നോളജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യപ്പെടും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. അപ്പോഴും എനിക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. വേണമെങ്കിൽ ഒരു റിസർച്ച് സ്ഥാപനത്തിൽ പോയി കൂടുതൽ അംഗീകാരം കിട്ടുന്ന ഒരു സ്ഥാപനത്തിൽ പോയിട്ട് റിസർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് പബ്ലിക്കേഷൻ ചെയ്യാം. അതിന് കിട്ടുന്ന ഒരു അംഗീകാരം ഒരിക്കലും പെരിഫറിയിൽ നമ്മൾ സ്വന്തമായിട്ട് നടത്തുന്ന റിസർച്ചിന് കിട്ടില്ല എന്നൊക്കെ ഉള്ളത് ഞാൻ വളരെ പിന്നീടാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ പബ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ തീരെ ഉണ്ടാവില്ല. സയൻറ്റിഫിക് റിസർച്ച് ഇഷ്ടമായിരിക്കുമ്പോൾ തന്നെ ഒന്നും തന്നെ പബ്ലിക്കേഷൻസ് ഉണ്ടാവില്ല.
ഈ പബ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ ഫണ്ടിങ് വേണം. ഈ ഫണ്ടിങ് എങ്ങനെയാണ് പോകുന്നത്, ഏതിലോട്ടൊക്കെയാണോ ഫണ്ട് പോകുന്നത്, ഏത് വിഷയങ്ങൾക്കാണോ ഫണ്ട് നൽകുന്നത് എന്നൊക്കെയുള്ള വലിയ കാര്യമാണ്. ഇപ്പോൾ എനിക്ക് LGBTQI ആൾക്കാരുടെ വിഷയത്തെക്കുറിച്ചൊരു റിസർച്ച് ചെയ്യണമെങ്കിൽ ഫണ്ട് ഉണ്ടാവില്ല. അല്ലെ, സ്ത്രീകളുടെ ജെൻഡർ ബേസ്ഡ് റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫണ്ട് ഉണ്ടാവില്ല. ഇനി ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ തന്നെയോ, ഇപ്പോൾ ഇതുപോലെ ഏറ്റവും ആബ്ജക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നമ്മൾ പോയിട്ട് പഠനം നടത്തുമ്പോൾ അതുണ്ടാക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതിനേക്കാൾ അപ്പുറത്തുള്ള പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ അവർക്ക് വെളിയിലോട്ട് വരാൻ പോലും പറ്റില്ല, അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ പോയിട്ട് നമ്മൾ എങ്ങനെയാണ് റിസർച്ച് ചെയ്യുന്നത്, റിസർച്ചിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ അക്കാഡമിക്സിലും ഈ പറഞ്ഞ ഫീൽഡിലും തമ്മിൽ വലിയ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിഷയത്തിലൊക്കെ റിസർച്ച് പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ വളരെ കുറവാണ്. എന്നുവെച്ചാൽ അതിൽ പക്ഷേ എല്ലാവരും ഈ ധാർമ്മിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഇല്ലാതെ ചെയ്യാം. പക്ഷെ അതിനകത്തൊരു വയലൻസ് ഉണ്ട്. നമ്മളങ്ങോട്ട് കയറി നമ്മൾ സയൻസിന് വേണ്ടിയാണെങ്കിലും ഗവേഷണത്തിന് വേണ്ടി ആണെങ്കിലും മനുഷ്യരുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു കയറി അവരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയും ഇപ്പോൾ പിന്നെ നിയമപരമായിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഹോമോസെക്ഷൽസിൻ്റെ ഇടയിലാണെങ്കിൽ 2018 മുമ്പ് അവർ ഇല്ലീഗലാണ്, അവരുടെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലീഗലാണ്. അങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മൾ പോയിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ അതിന് എന്തർത്ഥമാണുള്ളത്? അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളും കൂടി ഒരു റിസർച്ചർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നേരിട്ടിരുന്നു എന്ന് പറയാണ്. ഗവേഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഉണ്ടാക്കുന്നത് അറിവൊക്കെയാണ്, ശരിയാണ്. പക്ഷെ എന്തറിവാണ്, ആരെക്കുറിച്ചുള്ള അറിവാണ്, ആ അറിവ് എന്താണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്, ഈ വിഭാഗങ്ങൾക്ക് എന്താണ് ഉണ്ടാകുന്നത്, ഇതൊക്കെ പ്രസക്തമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ സ്യൂഡോ സയൻസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. കപടശാസ്ത്രം, സയൻസും സ്യൂഡോ സയൻസും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, വിഷയങ്ങളുണ്ടല്ലോ, അതിൽ നമുക്കറിയാം സ്യൂഡോ സയൻസ് ആണെന്നറിയാം. പക്ഷേ സ്യൂഡോ സയൻസ് ഇത്രയധികം പ്രചരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവിടെയും വീണ്ടും നമുക്ക് രാഷ്ട്രീയം കാണേണ്ടി വരും. നമ്മൾ പൊതുവെ പറയുന്ന റൈറ്റിസ്റ്റ് ലെഫ്റ്റിസ്റ്റ് എന്നൊക്കെയുള്ള രീതിയിൽ പറയാറുണ്ട്. അങ്ങനെ പൊതുവെ എങ്ങനെയാണ്, ഒരു പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ലെഫ്റ്റിസ്റ്റ് ആണെന്ന് പറയും. അല്ലാത്തതിനെ, സാമ്പ്രദായികമായിട്ടുള്ളതിനെ വീണ്ടും കൊണ്ടുവരുന്നതിനെ നമ്മൾ റൈറ്റിസ്റ്റ് എന്നും പറയും. പക്ഷെ എന്ത് പറഞ്ഞാലും ഈ സ്യൂഡോ സയൻസ് ഒരുപാട് ഉണ്ടാകുന്നതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ, സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് കാലത്തിന് മതത്തിനുണ്ടായിരുന്ന ആധിപത്യം, അല്ലെങ്കിൽ മതങ്ങളുടെ സിദ്ധാന്തങ്ങൾക്കുണ്ടായിരുന്ന ആധിപത്യം പിന്നീട് കുറഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് കുറഞ്ഞു വരികയും വേറെ തരത്തിലൊക്കെ വീണ്ടും വരുന്നുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ സയൻസിന് എന്തോ പിന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു ആധിപത്യം ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ രാഷ്ട്രങ്ങളുടെ നേതൃത്വങ്ങളും സാമ്പത്തിക സംവിധാനങ്ങളും ഒക്കെ തന്നെ സയൻസിനെ പൂർണ്ണമായി വിട്ടുകളയാൻ പറ്റത്തില്ല. വിട്ടുകളഞ്ഞാൽ അത് നമുക്ക് എന്താ പറയുക, അധികാരത്തിന് കുറവുണ്ടാക്കും എന്നുള്ളൊരു മനസ്സിലാക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും സയൻസിൻ്റെ പേരിൽ, എന്നാൽ സയൻസിനെ അംഗീകരിക്കാനും പറ്റില്ല. അവർക്കൊരിക്കലും അവരുടെ എന്താ പറയുക, വളരെ കൺവെൻഷനലായിട്ടുള്ള കാഴ്ചപ്പാട് കൊണ്ട് സയൻസിനെ അംഗീകരിക്കാനും പറ്റില്ല. എന്നാൽ സയൻസിൻ്റെ ഉപയോഗവും അധികാരവും, സയൻസ് ഉണ്ടാക്കുന്ന അധികാരവും വിട്ടുകളയാനും പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ സ്യൂഡോ സയൻസ് പ്രചരിക്കുന്നത് എന്നുള്ളതാണ്. അത് എങ്ങനെയാണത് പ്രചരിക്കുന്നതെന്നൊക്കെ നോക്കി അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അധികാരവും വിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പല ഫീൽഡിലും നമ്മൾ നോക്കുന്ന സമയത്ത് കാണുന്നത്, ഇപ്പോൾ അമേരിക്കയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അമേരിക്കയാണല്ലോ ഒരുപാട് ഫണ്ടിങ്ങും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഇനിഷ്യേറ്റീവ് കൊടുക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. അവിടെ ഈ പറഞ്ഞിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള, ഇപ്പം അബോർഷൻ റൈറ്റിന് വേണ്ടിയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ LGBTQI ആൾക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള റിസർച്ചുകളെ തകിടം മറിച്ചുകൊണ്ട് മറുഭാഗത്തു നിന്നുള്ള ഒരുപാട് റിസർച്ചുകൾ, ഒരുപക്ഷെ അവർക്കായിരിക്കും മുൻതൂക്കമുണ്ടാകുന്ന ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അതൊക്കെ തന്നെ പലപ്പോഴും ഈ സ്യൂഡോ സയൻസ് ആണ് എന്ന് കാണാം. പക്ഷെ അതിനകത്ത് പലരും പഠിച്ചിട്ടുള്ള ഒരു കാര്യം, അതിൻ്റെ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടെന്നുള്ളതാണ്.
അവരെങ്ങനെ നെറ്റ്വർക്ക് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവിടെ ഈ നമ്മൾ ഉണ്ടാക്കുന്ന അറിവ് മാത്രമാണോ, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ് മാത്രമാണോ അങ്ങനെയല്ല അധികാരം വർക്ക് ചെയ്യുന്നത്. അധികാരം വർക്ക് ചെയ്യുന്നത് ഇതിനെ കൺസെൻസസ് ആണ്. പലപ്പോഴും ഇതിൻ്റെ കൺസെൻസസ് ഉണ്ടാക്കുന്നത് പോളിസി മേക്കേഴ്സ് ഉണ്ടാവും, അതിനകത്ത് മതത്തിൻ്റെ നേതാക്കന്മാരുണ്ടാകും, പിന്നെ ഈ സയൻറ്റിഫിക് ഫീൽഡിൽ തന്നെയുള്ള അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഫീൽഡിൽ തന്നെയുള്ള ആളുകളും ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ തന്നെ പല തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ സയൻറ്റിസ്റ്റുകളും ഡോക്ടർമാരും ഒക്കെ ഉള്ളപ്പോൾ എല്ലാവരും ഈ സയൻസിനെ അപ്ഹോൾഡ് ചെയ്യുന്നവരാവണമെന്നില്ല. മറിച്ച് നമ്മുടെ സാമ്പ്രദായികമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള പല വിശ്വാസങ്ങളും ഉൾക്കൊള്ളുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഇവരെ നെറ്റ്വർക്കിൻ്റെ ഭാഗമാക്കും എന്നുള്ളതാണ്. ആ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന അറിവുകൾ അവസാനം ടോട്ടൽ കൺഫ്യൂഷനാകും. ഇതിലേതാണ് ശരി? എല്ലാവരും സയൻറ്റിഫിക് ആയിട്ടുള്ള ടേമാണ് ഉപയോഗിക്കുന്നത്, സയൻറ്റിഫിക് എന്ന് തോന്നിപ്പിക്കാവുന്ന കാര്യങ്ങളായിരിക്കും പറയുന്നത്. അതിൻ്റെ റിസൾട്ട് അങ്ങനെയൊക്കെ വരും. പ്രത്യേകിച്ച് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ മേഖലയിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ജെൻഡറിൻ്റെ കാര്യത്തിലും പിന്നെ എല്ലാം ക്യൂർ മനുഷ്യരുടെ കാര്യത്തിലും ഒക്കെ തന്നെ. അത് പിന്നെ എൻ്റെ ഒരു ഫീൽഡായതുകൊണ്ട് അത് കൂടുതൽ പറയുന്നതേ ഉള്ളൂ. എല്ലായിടത്തും ഇതുപോലെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ സ്യൂഡോ സയൻസിന് കഴിയുന്നുണ്ട്. പിന്നെ ഈ അധികാരം എനിക്ക് വളരെ താഴെ ലെവലിൽ ഞാൻ പറയണം, സാധാരണ മനുഷ്യർ പോലും ഇത്തരം സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കാറുണ്ട് പലപ്പോഴും. എന്തുകൊണ്ടാണ്? മെഡിസിൻ്റെ കാര്യത്തിൽ അത് വേറൊരു മേഖലയാണ്. ഇപ്പം മെഡിസിൻ്റെ കാര്യത്തിൽ തന്നെ സാധാരണ മനുഷ്യർക്ക് അതിൻ്റെ മുകളിൽ ഒരു പിടിയില്ല എന്നുള്ളതാണ്. പിടിയില്ലാതെ പോവുകയാണ്. അവർക്ക് ഒരുപാട് മരുന്ന് കമ്പനികളുടെയും അതിൻ്റെ സാമ്പത്തികതയുടെയും ഒക്കെ ഉള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പിടിയില്ല ആളുകൾക്ക്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ കൂടുതൽ സ്യൂഡോ സയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ടല്ലോ. ഇപ്പം മല്ലിയുടെ ഇല ഇട്ടാൽ ഇങ്ങനൊരു രോഗം മാറും, ക്യാൻസർ മാറും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതിന് ഈ അധികാരവുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നുള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ദൈവം ഇല്ലാതാകുകൊണ്ടോ എൻ്റെ ഒരു വിഷയമേ അല്ല. പക്ഷേ ചില പ്രത്യേക സാമൂഹ്യ സന്ദർഭങ്ങളിൽ മാത്രമാണ് നമുക്ക് പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യാൻ പറ്റുന്നത്. സാധാരണ മനുഷ്യർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യം അത് ഈ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, അങ്ങനെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എന്നുള്ള സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സയൻസിനെയും സ്യൂഡോ സയൻസിനെയും വേർതിരിച്ച് അറിയാൻ പറ്റുന്നത്? എല്ലാവർക്കും ഇത് നോക്കാവുന്നതാണ്. ഇപ്പോൾ പഠനങ്ങളെടുത്താൽ ഞാനിപ്പോൾ എല്ലാ ക്ലെയിമും വയ്ക്കുന്നില്ല. ഇപ്പം നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ മുകളിൽ തന്നെ വരുന്ന ഒരുപാട് റിസർച്ചുകൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന റിസർച്ചുകളിൽ സയൻറ്റിഫിക് ആണെന്ന് നമുക്ക് പലപ്പോഴും പറയാൻ പറ്റില്ല. അപ്പോൾ അതേപോലെയുള്ള റിസർച്ചുകളാണ് മറ്റ് മെഡിസിൻ്റെ ശാഖകളിലും ഒക്കെ നടക്കുന്നത്. അതിന് എത്രത്തോളം സയൻറ്റിഫിക് റിഗർ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ ഈ പറഞ്ഞ പോലെ തെളിവുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ നേരത്തെ ഉള്ള സ്പീക്കർ പറഞ്ഞല്ലോ, നമുക്ക് തെളിവെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാത്തിനും പോയിട്ട് വീണ്ടും തെളിവുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലതിന് കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ്. നമ്മൾ ഇതുവരെയുള്ള നോളജുമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് പോകുന്നതാണോ നമുക്കുള്ള ഈ അറിവ്? അത് വളരെ നന്നായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു, ഈ കാറിൻ്റെയും റോക്കറ്റിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. അപ്പോൾ എത്രത്തോളമാണ് അതിനകത്ത് തെളിവ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നെന്നുള്ള കാര്യം, അതുപോലെ നമുക്ക് ആവർത്തിച്ച് ഉറപ്പിക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ പറയേണ്ടതില്ല. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, നമുക്കിത് തെറ്റാണെന്ന് കണ്ടാൽ സയൻസ് അത് തിരുത്തും എന്നുള്ളതാണ്. സയൻസ് ഈ പറഞ്ഞ പോലെ ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നതല്ല, പകരം നമുക്ക് എത്രത്തോളം ട്രൂത്തിനടുത്തേക്ക് എത്താൻ കഴിയുന്നുണ്ട്. ഇനി പുതിയൊരു റിസർച്ച് വരുമ്പോൾ കുറച്ചും കൂടി നമുക്കതിനെ തിരുത്തി എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് സയൻസ് നോക്കുന്നത്. പിന്നെ റിഗർ ഉണ്ടാവുക എന്നുള്ളത്, കർക്കശമായിട്ടുള്ള റിഗർ ഉണ്ടാവുക, യുക്തിസഹമായിട്ട് റാഷണലായിട്ട് വിശദീകരിക്കുക, ഇതൊക്കെയാണ് ഇത്. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും സയൻസിനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് അത് അതിൻ്റെ തന്നെ പരിമിതികളെ തുറന്നു വയ്ക്കുക എന്നുള്ളതാണ്. അതിന് കൂടുതൽ ഈ പ്രോബബിലിറ്റി ഒക്കെ വരുമ്പോഴാണ്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന റിസർച്ചിൽ നമ്മൾ പറയുന്നത്, ഒരു പുതിയ മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ ഈ മരുന്ന് കൊണ്ട് അസുഖം മുഴുവനും സുഖമാകുമെന്നല്ല നമ്മൾ പറയുന്നത്. ഈ മരുന്ന് കഴിച്ചാൽ ഇത് സുഖമാകാനുള്ള സാധ്യത ഇത്രത്തോളമാണ് എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇനി അതിനേക്കാൾ നല്ല വേറൊരു മരുന്ന് വരുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്കത് അതിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും ഇതിൻ്റെ ആകർഷകമായിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ പരിമിതികളെ അത് തുറന്ന് വയ്ക്കുന്നു എന്നുള്ളതാണ്. അതേസമയം സ്യൂഡോ സയൻസിൽ പലപ്പോഴും ഇത് ഉറപ്പിച്ചൊക്കെ പറയുകയാണ്. ഇപ്പം
ഗോമൂത്രം കൊണ്ട് ക്യാൻസർ സുഖപ്പെടും, അല്ലെങ്കിൽ ചാണകം കൊണ്ട് എല്ലാ അസുഖവും സുഖമാകും എന്നുള്ളത് തീർച്ചയായിട്ടാണ് പറയുന്നത്. അത് അപ്പോൾ കൂടുതലൊരു വിശ്വാസത്തിൻ്റെ ഏരിയയിലാണ് വരുന്നത്. പിന്നെ ആചാരങ്ങളായിരിക്കും, പണ്ട് മുതലേ വന്നിട്ടുള്ള ആചാരങ്ങൾ. പിന്നെ തെളിവുണ്ടാക്കാനായിട്ട് അവർക്കെപ്പോഴും ഒരു വൈമുഖ്യമുണ്ടായിരിക്കും, തെളിവുണ്ടാക്കാൻ അവർ തയ്യാറാകാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് തന്നെ പരിശോധിച്ച് നോക്കാം. എല്ലാവർക്കും ഉള്ള ക്ലെയിമുകളെ നമുക്ക് ഓപ്പണായിട്ട് പരിശോധിക്കാൻ പറ്റും. അതുപോലെ ഓപ്പണായിട്ടും സത്യസന്ധമായിട്ടും ഇരിക്കുക എന്നുള്ളതാണ് സയൻറ്റിഫിക് റിസർച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോഴും ഇവിടെ ഇരിക്കുന്ന എത്ര കുറച്ച് പേരാണ് എന്നുള്ള ഒരു വാസ്തവമുണ്ടല്ലോ. അതിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എത്ര പേരാണ് സയൻറ്റിഫിക്കായിട്ട് ജീവിക്കാൻ പറ്റുന്നത്? നമുക്ക് തന്നെ എത്രത്തോളമാണ് സയൻറ്റിഫിക്കായിട്ട് ജീവിക്കാൻ പറ്റും? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണല്ലോ ജീവിക്കുന്നത്. നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എത്രത്തോളമാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ അതിൽ ഞാൻ കഴിച്ചപ്പം CPR കൊടുക്കുന്നത്. പക്ഷേ CPR കൊടുക്കാൻ പഠിക്കുമ്പോഴും നമ്മളതിൻ്റെ പ്രിൻസിപ്പിളൊന്നും പഠിക്കണമെന്നില്ല. അത് എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കണമെന്നില്ല. ഇല്ലാതെ തന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതേസമയം നമ്മളെല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. സയൻസ് ഉപയോഗിക്കാത്ത, സയൻസിൻ്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിക്കാത്ത ഒരാളും ഇല്ല എന്നുള്ളതുമാണ്. അപ്പോൾ അത് എല്ലാ മനുഷ്യർക്കും സത്യസന്ധമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യത്തെ എത്രത്തോളം നമ്മൾ ഉൾക്കൊള്ളുന്നു, എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളത് ഒന്ന് നോക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് സയൻസ് മിസ്യൂസ് ചെയ്യപ്പെടുന്നത്, ദുരുപയോഗം ചെയ്യപ്പെടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ നെറ്റ്വർക്ക് ഉണ്ടാക്കി എങ്ങനെയാണ് അത് വിശ്വസനീയമാക്കി മാറ്റുന്നു, എന്നിട്ടത് പ്രചരിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു, എത്രത്തോളം ശരിയാണ് തെറ്റാണ് എന്നൊക്കെ ഉള്ള കാര്യം. ഉപയോഗിക്കുന്ന സയൻറ്റിഫിക് ടേംസാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് എനർജി, നമ്മൾ വളരെ വ്യാപകമായിട്ട്, നമ്മൾ ഫിസിക്സ് വന്നതിന് ശേഷമാണ് എനർജിക്ക് ഇത്രയൊരു പ്രചാരം കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ എന്ത് പറഞ്ഞാലും മിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, എല്ലാ കാര്യത്തിനും എനർജി എന്ന് ചേർത്ത് പറയും. അങ്ങനെ പല വാക്കുകളും സയൻസിലുള്ള ടെർമിനോളജീസ് മറ്റ് വിശ്വാസങ്ങളിലും എല്ലാം കലർത്തി പറയുമ്പോൾ ആളുകൾക്കിത് മനസ്സിലാവില്ല. ഇത് സയൻസ് ആണോ സയൻസ് അല്ലാത്തതാണോ എന്ന് മനസ്സിലാവില്ല. പിന്നെ മെത്തഡോളജി നമ്മൾ നോക്കുകയാണ്. ഞാൻ നേരത്തെ കൺഫസ് ചെയ്തതാണ്. നമ്മുടെ ഇവിടെ മോഡേൺ സയൻസ് അല്ലെ, മോഡേൺ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന റിസർച്ചുകളിൽ പോലും എത്രത്തോളം സയൻറ്റിഫിക് റിഗർ ഉണ്ട് എന്നുള്ള നമ്മൾ ഓരോ പേപ്പറുകളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ സയൻസാണോ ശരി അല്ലെ, സയൻസിന് പക്ഷപാതിത്വമുണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളത് സയൻസിന് തന്നെ അങ്ങനത്തെ ഒരുപാട് വിമർശനങ്ങളുണ്ട്, അങ്ങനത്തെ ഒരുപാട് പഠനങ്ങളുണ്ട്. സയൻസിൻ്റെ രീതിശാസ്ത്രത്തിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അതിൻ്റെ മുൻധാരണകൾ, അതിൻ്റെ അസംഷൻസിനെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. അതിൻ്റെ അസംഷൻസ് എന്താണെന്നുള്ളതാണ്. അതിനെയാണ് നമ്മുടെ മറ്റ് വ്യവഹാരങ്ങൾ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് രാഷ്ട്രീയ നിലപാടോ അല്ലെങ്കിൽ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ചുറ്റുപാടുകളോ ഒക്കെ ബാധിക്കുന്നത് ഈ മുൻധാരണകളെയാണ്. നമ്മളെപ്പോഴും സയൻസ് ചെയ്യുന്നത് ഒരു അസംഷൻ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിസിസ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ എന്ത് ക്വസ്റ്റ്യനാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്? അപ്പോൾ ഇന്നലെ ഡോക്ടർ അരുൺ അയച്ചു തന്ന ഒരു പേപ്പറിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു. ഈ റേപ്പിനെ കുറിച്ചുള്ളതാണ്. റേപ്പ് പിന്നെ ഒരു പരിണാമപരമായിട്ട് എവല്യൂഷണറി ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു അനുകൂലനമാണ് എന്ന് സ്ഥാപിക്കുന്ന പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ അരുൺ അതിന് മറുപടിയായിട്ട് വേറെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വേറൊരു ലേഖനമൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾ ആരുടേതാണെന്നുള്ളതാണ്. ഇപ്പോൾ സ്ത്രീകളാണ് സയൻറ്റിസ്റ്റുകളെങ്കിൽ ഇങ്ങനൊരു ചോദ്യമായിരിക്കുമോ ചോദിക്കുന്നത്? ഇപ്പോൾ എവല്യൂഷണറി ബയോളജിയെക്കുറിച്ച് തന്നെ നമ്മൾ പഠിക്കുന്നു. ഓക്കെ, ഇതൊന്നും തള്ളിക്കളയേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഇതിൽ വന്ന പ്രധാന ഒരു വിമർശനം ഇത് പിന്നെ സോഷ്യോളജിസ്റ്റുകൾ ആണിത് പറയുന്നതെന്ന്. സോഷ്യോളജിസ്റ്റുകളാണ് പറയുന്നത് ഈ റേപ്പെന്ന് പറയുന്നത് ഒരു പിന്നെ കടന്നാക്രമണം ആണ്. അതിന് സെക്സുമായിട്ടൊരു ബന്ധവുമില്ല, സെക്ഷൽ താല്പര്യവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഒരു ക്രിറ്റിസിസമായിട്ട് അതിൽ പറയുന്നത്. പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എവല്യൂഷണറി ബയോളജി എവല്യൂഷണറി സൈക്കോളജി ഒക്കെ ഒന്നും നമ്മൾ തള്ളിക്കളയേണ്ട എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതെല്ലാം നമ്മൾ നോക്കണം, അതെല്ലാം റിഗറസ് ആയിട്ട് നോക്കണം. ഇപ്പോൾ കൂടുതൽ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടാണ് എല്ലാ നല്ല സ്ഥാപനങ്ങളിലൊക്കെ റിസർച്ച് നടക്കുന്നത്. പക്ഷേ ഇതിൽ ചോദ്യങ്ങൾ രൂപപ്പെടുത്തുന്നിടത്ത് തന്നെയാണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ കൂടുതൽ പുരുഷന്മാർ റേപ്പ് ചെയ്യുന്നില്ല,
കുറച്ച് പുരുഷന്മാരെ എന്തായാലും റേപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ പരസ്പരമുള്ള നല്ല ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന സെക്ഷുവൽ ഇൻ്ററാക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത്? അല്ലെങ്കിൽ സ്ത്രീകളുടെ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് തന്നെ ഇപ്പോൾ അതിലും ഒരുപാട് മുൻധാരണകളാണ്. സ്ത്രീകൾ വളരെ പാസീവാണെന്നാണ് പറയുന്നത്. എല്ലാ സ്ത്രീകളും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ സ്ത്രീകളുടെ എന്താണ് അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് സെക്ഷുവാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട്, അത് എല്ലാവരുടെയും ഒരുപോലെയൊന്നുമല്ല. അതിന് ഒരുപാട് ഡേറ്റ നമ്മൾ എടുക്കേണ്ടി വരും. പക്ഷേ എത്ര പഠനങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ? വളരെ കുറച്ച് പഠനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വീണ്ടും എന്തുകൊണ്ടാണ് ഈ റിസർച്ച് നടത്തുന്ന എപ്പോഴും പുരുഷന്മാരാണ് എന്നുള്ളതാണ്. സ്ത്രീകൾ സയൻറ്റിസ്റ്റുകൾ കുറവാണ്. സ്ത്രീകളുടെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, സ്ത്രീകൾ സയൻറ്റിസ്റ്റുകളാണെങ്കിൽ അവർ ആദ്യം ചെയ്യുക ഈ ഗർഭധാരണവും പ്രസവവും എടുത്ത് പുറത്ത് വയ്ക്കും എന്നുള്ളതാണ്. എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ടെക്നോളജി അങ്ങനെയായിരിക്കും ഒരു പക്ഷേ പോവുക. എനിക്ക് എൻ്റെ ഒരു പ്രയോറിറ്റി അതാണ് വെച്ചാൽ വെറുതെ ഈ 10 മാസം കളയേണ്ടതില്ല, അതിന് വളരെ ഗ്ലോറിഫൈ ചെയ്ത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എത്രയോ ചോദ്യങ്ങൾ നമുക്കുണ്ടാവുന്നത്, സ്ത്രീ സയൻറ്റിസ്റ്റുകൾക്കുണ്ടാകുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കണം. നമുക്കറിയില്ല. ഇപ്പോൾ അതിനുള്ള ഒരു ഫ്രീഡം കിട്ടിയാൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, നേരത്തെ പറഞ്ഞു ഹോമോസെക്ഷുവാലിറ്റിയുടെ കാര്യത്തിൽ ശരിയായിട്ടുള്ള ഒരു ഡേറ്റ അനാലിസിസും അല്ല, അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്, ഇവർക്കാണ് കൂടുതൽ രോഗമുണ്ടാകുന്ന തരത്തിലാണ്, അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്നൊന്നും നോക്കാത്ത. ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കള്ളം പറയണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിൻ്റെ പ്രോസസ്സ് പോലും പലപ്പോഴും ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയെല്ലാം എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ നിലയും വിഭവങ്ങളും നമുക്കുള്ള ഫണ്ടിങ്ങും ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരുപാട് പഠനങ്ങളും ഇപ്പോൾ തെറ്റാണെന്ന്, നേരത്തെ ശരിയാണെന്ന് വിചാരിച്ചിരുന്ന സോഷ്യോ ബയോളജി എന്ന് പറഞ്ഞൊരു ശാഖയുണ്ടായി. അതും ഇതുപോലെ ഒരുപാട് ബയാസുകൾ അതിനകത്ത് ഇപ്പോൾ സ്ത്രീകൾ റിസർച്ചേഴ്സ് വന്നപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് എന്താണ്, പുരുഷന്മാർ ഒരു പാട്രിയാർക്കലായിട്ടാണ്, പുരുഷ മേധാവിത്വ വ്യവസ്ഥയിലാണ് ചിമ്പാൻസികളിൽ, മനുഷ്യരുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള കുരങ്ങ് വർഗ്ഗമാണ് ചിമ്പാൻസികളിൽ ഉണ്ടാകുന്ന അവരുടെ ഒരു സോഷ്യൽ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ പാട്രിയാർക്കലാണ്. വെച്ചാൽ പുരുഷന്മാർക്ക് മേൽക്കൈ ഉള്ളതാണ് എന്നുള്ള വളരെ ക്ലാസിക്കലായിട്ടുള്ള ഗവേഷണങ്ങൾ കാർപ്പൻ്ററെ പോലെയുള്ള ആളുകളൊക്കെ ചെയ്തിരുന്നു. അത്തരം ഇത് പുറത്തു വന്നിരുന്നു. പക്ഷെ പിന്നീട് വന്ന സ്ത്രീകളായിട്ടുള്ള ആന്ത്രോപോളജിസ്റ്റുകൾ അതിനെ കൗണ്ടർ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് അങ്ങനെ അല്ലാത്ത ഒരുപാട് ചിമ്പാൻസി സമൂഹങ്ങളും അവർ കാണുന്നുണ്ട്, അവരുടെ റിസർച്ചിൽ കാണുന്നുണ്ട്. നമ്മൾ വെച്ചാൽ ആദ്യം തന്നെ ഒരു മുൻവിധി വെച്ചുകൊണ്ട് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് ആധിപത്യമുള്ള ഗ്രൂപ്പുകളും സോഷ്യൽ ഓർഗനൈസേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഈക്വലായിട്ടുള്ളതുണ്ട്. എന്നുവെച്ചാൽ പലതരത്തിലുള്ള നമ്മൾ മുൻവിധികളില്ലെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ളത് ചരിത്രത്തിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ പലപ്പോഴും ഇത് ബോധപൂർവം ആകണമെന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഉൾക്കൊള്ളുന്ന ചില വാല്യൂസ് നമ്മളറിയാതെ തന്നെ നമ്മളെ സ്വാധീനിക്കുന്നതാകാം. നേരത്തെ രാവിലത്തെ ടോക്കിൽ JD ബെർണലിനെ കുറിച്ച് കുറേ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞു, ഈ വിഷയം പറഞ്ഞു. JD ബെർണൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, സയൻസിൻ്റെ ഫിലോസഫറായിട്ടൊക്കെ നമ്മൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ പുള്ളി ഭയങ്കരമായ ലെഫ്റ്റിസ്റ്റ് പാർട്ടി ഓർഗനൈസേഷൻ റഷ്യയിലെ അക്കാലത്ത് ഈ വിപ്ലവമൊക്കെ നടക്കുന്ന സമയത്ത് അപ്പോൾ ഡാർവിൻ്റെ സിദ്ധാന്തത്തെക്കാളും കൂടുതലായിട്ട് ഡാർവിൻ്റെ സിദ്ധാന്തത്തെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത് എൻവയോൺമെൻറ്റിനാണ്, പരിസ്ഥിതിക്കാണ് ജനറ്റിക്സിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ അത് അങ്ങനെയാണല്ലോ നമ്മൾ മാർക്സിസത്തിൽ ഇതിങ്ങനെ പരിതസ്ഥിതികൾ മാറ്റിയെടുക്കുക, നമ്മുടെ എൻവയോൺമെൻറ്റിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണല്ലോ കാണുന്നത്. അപ്പോൾ അങ്ങനെ പരിസ്ഥിതിക്ക് കൂടുതൽ സ്വാധീനിക്കാൻ, ക്രോപ്പിനെയൊക്കെ കൂടുതൽ വിളയിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് പരിസ്ഥിതി മാറ്റത്തിലൂടെ. അത് ലാമാർക്കിൻ്റെ, ഡാർവിന് മുമ്പേ ഉള്ളതാണ് ലാമാർക്കിൻ്റെ സിദ്ധാന്തമാണ്. നമുക്ക് എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റമാണ് നമ്മൾ പിന്നീട് ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ചാഞ്ഞുപോയി ഈ ലൈസെങ്കോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആ രീതിയിൽ വാദിക്കുകയാണ്. ജനറ്റിക്സിന് വലിയ റോളില്ല, അങ്ങനെ അവിടുത്തെ സയൻസ് തന്നെ മുരടിച്ചു പോയതായിട്ടാണ് പിന്നീട് കാണുന്നത്. എൻവയോൺമെൻറ്റിനാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ള രീതിയിൽ അങ്ങനെ വിളകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു. പക്ഷെ അപ്പോൾ JD ബെർണൽ എന്താണ് ചെയ്തത്? ബെർണൽ ഇതിൻ്റെ ഫാലസി
പരിഗണിക്കാതെ, ഫാലസി അറിയാമോ അറിഞ്ഞൂടെ എന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് അത് കോൺഷ്യസ് ആണോ അൺകോൺഷ്യസ് ആണോ എന്ന് അറിഞ്ഞൂടാ, പക്ഷെ അങ്ങനെ സ്വാധീനിക്കപ്പെടുന്നു. J.D. ബെർണലും അതിനെ സയൻറ്റിസ്റ്റ് ആണെങ്കിലും അതിനെ എതിർത്തില്ല എന്നുള്ളതാണ്. അത് ഇപ്പോഴും എല്ലാവരും കോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ നടക്കുന്ന കുറേ ചർച്ചകളുടെ ഉദാഹരണമാണ് ഞാൻ നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയിലൊക്കെ വരണ വലിയൊരു പ്രശ്നമാണ് സെക്സിനെ കുറിച്ചും ജെൻഡറിനെ കുറിച്ചുള്ളത്. അതിവിടെ മാത്രമല്ല, അമേരിക്കയിലും എല്ലായിടത്തും തന്നെ ചർച്ചാ വിഷയമായി, ലോകത്തെല്ലായിടത്തും തന്നെ ചർച്ചാ വിഷയമായിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ്, ഒന്ന് ഒരു ബൈനറി വെച്ചുകൊണ്ട് നമ്മൾ സെക്സിനെയും ജെൻഡറിനെയും കാണുന്നു. സെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലാണ്, ജെൻഡർ എന്ന് പറഞ്ഞാൽ സോഷ്യലാണ് എന്ന തരത്തിലുള്ള ഒരു ബൈനറി. പിന്നെ അതുപോലെ ആണും പെണ്ണുമായിട്ടാണ് മനുഷ്യരുള്ളത് എന്നുള്ളൊരു ബൈനറി. ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒരുപാട് കാര്യം. അപ്പം എന്താണ് ആദ്യം ജെൻഡറാണോ ആദ്യം സെക്സ് ആണോ എന്നുള്ള ചോദിച്ചാൽ പലപ്പോഴും അതിലേക്കാണ് അത് എത്തുന്നത്. അപ്പം സയൻസിൽ നോക്കുമ്പോൾ എന്താ പറയുന്നത്, 2 ജെൻഡറാണ് ഉള്ളത് എന്നാണ് ഇത്രയും കാലവും നമ്മൾ സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 സെക്സ് ജെൻഡർ ഒന്നായിട്ടാണ് കാണുന്നത്. അതപ്പോൾ 2 സെക്സ് അല്ലെങ്കിൽ 2 ജെൻഡറാണ് ഉള്ളത് എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ സാമൂഹ്യമായ ഘടന അല്ലെങ്കിൽ സാമൂഹ്യമായ ചിന്താഗതി സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് വീണ്ടും പിന്നെ ആണും പെണ്ണും ആണും പെണ്ണും എന്നുള്ള ഒരു കൺസെപ്റ്റിന് പ്രാധാന്യം വരുന്നത് നമ്മൾ വീണ്ടും റീപ്രൊഡക്ഷൻ സെൻറ്റേർഡായിട്ട് ചിന്തിക്കുന്നുണ്ടാണ്. റീപ്രൊഡക്ഷൻ സെൻറ്റേർഡായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിലും ഈ പ്രശ്നമുണ്ട്. മറ്റേ റേപ്പിൻ്റെ എവല്യൂഷണറി ബയോളജി പറയുമ്പോഴും അതിനെല്ലാം എല്ലാ റീപ്രൊഡക്ഷനിലേക്ക് ചുരുക്കിയിട്ടാണ് ഈ കാണുന്നത് എന്നുള്ളതാണ്. അതുമാത്രമല്ലല്ലോ, മനുഷ്യർ അങ്ങനെയല്ല. മനുഷ്യർക്ക് വേറൊരുപാട് തരം സവിശേഷതകളുള്ള ഒരു ജീവിവർഗമാണ് മനുഷ്യർ. പക്ഷെ ഇതിനെല്ലാം റീപ്രൊഡക്ഷനിലേക്ക് ചുരുക്കേണ്ടതില്ല. അപ്പോൾ ആദ്യകാലത്താണെങ്കിൽ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അത് ആണും പെണ്ണും കൂടെ ചേർന്നിട്ടാണെന്ന് പോലും അറിയില്ലായിരുന്നു. പെണ്ണുങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നു, അപ്പോൾ അമ്മയും കുട്ടിയായിട്ടുള്ളൊരു ബന്ധം മാത്രമാണ് അറിയാമായിരുന്നത്. പിന്നീടാണ് ആണും പെണ്ണൂടെ ചേർന്നിട്ടാണ് കുട്ടി ഉണ്ടാകുന്നത് പോലും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആണും പെണ്ണും ചേർന്ന് കുട്ടി ഉണ്ടാകുന്നെങ്കിൽ പിന്നെ പ്രത്യുൽപാദനമാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആണും പെണ്ണും അല്ലാത്തതെല്ലാം അബറേഷൻസ് ആണ്, അല്ലെങ്കിൽ ഡീവിയേഷൻസ് ആണ്, അബ്നോർമലാണ് എന്നുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചർച്ചയാണ് ഇപ്പോഴും ഈ സെക്സും ജെൻഡറുമായിട്ടുള്ളത് ഇങ്ങനെ ആവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. റിച്ചാർഡ് ഡോക്കിൻസ് നമുക്കറിയാമല്ലോ, സയൻസിനെ വളരെയധികം പോപ്പുലറൈസ് ചെയ്ത ആളും ഒക്കെയാണ്. ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. നമ്മുടെ എല്ലാം സെൽഫിഷ് ജീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകമൊക്കെയാണ്. പക്ഷെ പുള്ളി അടുത്തിടയ്ക്ക് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായി. പുള്ളി പറഞ്ഞു, ട്രാൻസ്ജെൻഡർ ആളുകൾ വന്നപ്പോൾ, ഒരു സ്ത്രീയുണ്ട്, ട്രാൻസ്ജെൻഡർ വുമൺ ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിന് സയൻറ്റിഫിക് അല്ല, അതൊന്നും ജെൻഡർ എങ്ങനെ ഒരാൾക്ക് തീരുമാനിക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ളതാണ്. അത് കൂടുതലും മതം പോലെയാണ്, അതിങ്ങനെ ഇഷ്ടമുള്ള ജെൻഡർ എടുക്കാൻ പറ്റില്ല, അത് സയൻറ്റിഫിക് അല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിൽ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാവുകയും അദ്ദേഹത്തിന് ഒരു അമേരിക്കൻ ഹ്യൂമാനിറ്റീസ് അസോസിയേഷൻ അവർ നൽകിയ ഒരു റിവാർഡ് പിൻവലിക്കുകയും ഒക്കെ ഉണ്ടായി. ട്രാൻസ്ജെൻഡർ മനുഷ്യർ വയ്ക്കുന്ന സ്ലോഗൻ ഇങ്ങനെയാണ്, ട്രാൻസ് വിമൻ ആർ വിമൻ എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് അത് ശരിയല്ല, അതിപ്പോൾ സ്ത്രീകളുടെ അവകാശത്തെയൊക്കെ ഹനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻസ്, ഇതിങ്ങനത്തെ ഒരുപാട് കോൺട്രവേഴ്സ്യലായിട്ടുള്ള കാര്യങ്ങൾ ലോകത്തെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സയൻറ്റിഫിക് അപ്രോച്ച് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് പഠിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഇതുവരെയുള്ള തെളിവുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ അവർ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വളരെ വയലൻ്റായിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ കോണ്ടെക്സ്റ്റിലാണെങ്കിലും ഇത്രയും റൈറ്റിസ്റ്റ് മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അത് ഈ വിമൻസ് മൂവ്മെൻറ്റുകളോടും അതുപോലെ LGBTQI ക്യൂർ മൂവ്മെൻറ്റുകളോടും ഉള്ള ഒരു പ്രതികരണം കൂടിയാണ്. ലോകത്തിലെല്ലായിടത്തും ഇപ്പോൾ ഇത്തരം റൈറ്റിസ്റ്റ് മൂവ്മെൻറ്റ്, ഒരു അബോർഷൻ റൈറ്റ് അതുപോലെയൊക്കെയുള്ള അവകാശങ്ങളുള്ള പിന്നെ സമരങ്ങളോടുള്ള ഒരു പ്രതികരണമായിട്ട് കൂടിയാണ് ഇത്തരം പുതിയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് പിന്നെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, അത് സയൻസിനെ തന്നെയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സ്യൂഡോ സയൻസ് അതിനകത്ത് വീണ്ടും കയറി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ. ഇപ്പോൾ പണ്ടുകാലം മുതലേ സ്ത്രീകളുടെ ജെൻഡറിൻ്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ പറഞ്ഞിരുന്നത് സ്ത്രീകൾ ബുദ്ധിപരമായിട്ട് പിന്നിലാണ് എന്നുള്ളതാണ്. പുരുഷന്മാരാണ് മുകളിലുള്ളത്. സ്ത്രീകൾ വളരെ പാസീവാണ്. അത് പലപ്പോഴും നമ്മൾ എഗ്ഗും സ്പേമും ഒക്കെ വെച്ചും അത് വിശദീകരിക്കാറുണ്ട്.
സ്പേമിനെ ഇങ്ങനെ ഭയങ്കര ഒരു ഓട്ടക്കാരനായിട്ടൊക്കെ കാണിക്കും. ചില പിക്ടോറിയൽ എന്ന് വെച്ചാൽ എഗ്ഗിന് തലയിൽ റിബണൊക്കെ കെട്ടിക്കൊടുക്കും. അങ്ങനെ വരെയും അത് ജെൻഡർ ആക്കി പറയാറുണ്ട്. ഇതൊക്കെ ഒരു സ്യൂഡോ സയൻസാണ്, അല്ലെങ്കിൽ നമ്മൾ സോഷ്യലായിട്ടുള്ള നമ്മുടെ കൺസെപ്റ്റ് സയൻസിലേക്ക് ആരോപിക്കുന്നതാണ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ എന്താണ് പറഞ്ഞത്? അപ്പോൾ ആണുങ്ങൾക്ക് പല്ല് കൂടുതലുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്, അതുകൊണ്ട് അവർക്ക് കൂടുതൽ സുപ്പീരിയർ ആണ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ ഒന്നുമില്ലെങ്കിൽ ഭാര്യ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, ഭാര്യയുടെ പല്ല് എണ്ണി നോക്കിയില്ല, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പല്ല് കുറവായിരുന്നിരിക്കാം, അങ്ങനെ വല്ലതും ആയിരിക്കും. പക്ഷെ ഇവരൊക്കെ സയൻറ്റിസ്റ്റുകളെന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഇത്തരം ചായ്വുകൾ കൊണ്ടാണ് നമുക്ക് പലപ്പോഴും തെറ്റായിട്ടുള്ള ഇൻഫറൻസസ് കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ അത് വെച്ചുകൊണ്ട് നമ്മൾ വിശദീകരിക്കാൻ നോക്കുക. ഇപ്പോൾ സ്ത്രീകളുടെ ബ്രെയിനിൻ്റെ സൈസ് കുറവാണ്, അത് ഫാക്റ്റ് അല്ലേ എന്ന് ചോദിച്ചാണ്, ഫാക്റ്റാണ് അല്ലേ. സ്ത്രീകളുടെ മൊത്തം സൈസ് കുറവായിരിക്കുന്നുണ്ട്, കമ്പാരിറ്റീവ്ലി ആവറേജ് അല്ലെ മീൻ നോക്കുമ്പോൾ കുറവായതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. പറയാൻ പറ്റുമോ? എല്ലാവരും ചിന്തിക്കും. അങ്ങനെ പറയാൻ പറ്റില്ല, അത് സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. പക്ഷെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. അങ്ങനെ പുരുഷന്മാർക്ക് എങ്ങനെയാണെങ്കിൽ പല അവയവങ്ങളും വലുതാണ്, കിഡ്നിയും വലുതാണ് അവരുടെ. അപ്പോൾ അതുകൊണ്ട് എന്താണ് എന്നുള്ളതാണ്, അവർക്ക് കൂടുതൽ മൂത്രം ഉണ്ടാകുന്നു. എന്താണ് അതിൻ്റെ എന്നുവെച്ചാൽ ഒരു കാര്യവുമില്ല, ഒരു കഴമ്പും ഇല്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ളത്. പിന്നെ സ്ത്രീകൾ കൂടുതൽ പഠിക്കാൻ പാടില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു എഡ്യൂക്കേറ്റർ ഉണ്ടായിരുന്നു, പേര് മറന്നുപോയി, കാസർഗോഡ് എന്തോ ഉള്ളത്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരുപാട് കോളേജുകളിലൊക്കെ ഇതിനു മുമ്പ് സ്ത്രീകൾ ജീൻസ് ഇടാൻ പാടില്ല, ജീൻസ് ഇട്ടാൽ അത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകും, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇപ്പോൾ, അങ്ങനെ എന്തോ ഒരു കുമാർ ആരോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത് സയൻറ്റിഫിക്കായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് ആളുകൾ ഇതൊക്കെ സയൻറ്റിഫിക് ആണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുമെന്നൊന്നും എവിടെയും അങ്ങനെ തെളിയിച്ചിട്ടും ഒന്നുമുള്ള കാര്യങ്ങളല്ല. പിന്നെ അത് പണ്ട് കാലത്ത് വിക്ടോറിയൻ പീരീഡിൽ അങ്ങനെ ചില പുസ്തകങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്, സയൻസിൻ്റെയും മെഡിസിൻ്റെയൊക്കെ മേഖലയിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ചിരി വരുന്ന കാര്യങ്ങളാണ്. എഡ്വേർഡ് ക്ലാർക്കിൻ്റെ സെക്സ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൽ, അത് 19-ാം നൂറ്റാണ്ടിലുള്ളതാണ്. അവർ പറയുന്നത് സ്ത്രീകളുടെ എനർജി എല്ലാം സ്ത്രീകൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള, റീപ്രൊഡക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. പക്ഷേ അവരുടെ എനർജി ബ്രെയിനിലേക്കൊന്നും പോകരുത്. ഇതുപോലെ കണക്ക് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യാൻ പാടില്ല. ചെയ്താൽ അവരുടെ റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കുറഞ്ഞു പോകും. ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ ചിലപ്പോൾ അവർ വായിച്ചിട്ടുണ്ടാകുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാലത്ത് നിന്നിരുന്നു. അതൊക്കെ സയൻസ് അപ്പോഴേ ഔട്ട്ഡേറ്റഡ് ആക്കി കളഞ്ഞ കാര്യങ്ങൾ. അതാണ് സയൻസിൻ്റെ പ്രത്യേകത. സയൻസ് എപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളത്. പിന്നെ സ്ത്രീകൾ അമിത വികാരമുള്ളവരാണ്. എനിക്ക് അത് തോന്നുന്നില്ല. പലപ്പോഴും വികാരം വന്നിട്ട് കുത്തിക്കൊല്ലുകയൊക്കെ ചെയ്യുന്ന പുരുഷന്മാരല്ലേ. എന്നാലും നമ്മൾ പറയും സ്ത്രീകൾക്ക് വികാരം കൂടുതൽ. പിന്നെ പുരുഷന്മാർ കരയാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവർ കരയുന്നില്ല. അതൊക്കെ സോഷ്യൽ കണ്ടീഷനിങ് ആണ്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിലൊന്നും സ്ഥാനം കൊടുക്കാത്തത്. ഇപ്പോഴും നമ്മുടെ നിയമസഭയിലൊന്നും സ്ത്രീകൾ അധികം ഇല്ലല്ലോ. പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ പഞ്ചായത്തിൽ പോളിസി മേക്കിംഗ് ഇല്ല. പോളിസി മേക്കിംഗ് ഉള്ള സ്ഥലങ്ങളിലൊന്നും സ്ത്രീകൾക്ക് ഇപ്പോഴും കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോഴും നമുക്കില്ല എന്നുള്ളത്. പിന്നെ ഇത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മെഡിസിനാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കാര്യമാണ്. certain demographic factors will undoubtedly contribute to increase in STDs. STDs അങ്ങനെ കൂടുതൽ ഉണ്ടാകുന്നതെന്ന് പറയുന്നതാണ്. അതിനൊരു കാരണം പറയുന്നതാണ്. There is a high risk of STD in the population migration, rural to urban migration, increasing educational opportunities for women, delaying their marriage and increasing STDs. ഞാൻ പഠിപ്പിക്കേണ്ടതാണ് ഈ ബുക്ക്. എന്നിട്ട് കുട്ടികൾക്ക് ക്വസ്റ്റ്യനും ചോദിക്കുമല്ലോ ഇതിൽ നിന്ന്. ഇപ്പോൾ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം നീണ്ടുപോകുന്നു, അതുകൊണ്ട് STDs ഉണ്ടാവും. അത്രയും നോൺസെൻസായ കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് ഞാൻ പറയുകയാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇതുപോലെയൊക്കെ വരും കുട്ടികൾക്ക്. അപ്പോൾ എത്രത്തോളമാണ് നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. പിന്നെ ഇത് നമുക്കറിയാമല്ലോ, പിന്നെ അശുദ്ധി ഉള്ളതുകൊണ്ട് ആർത്തവകാലത്ത് വിശുദ്ധി ഉള്ള സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല. ഇപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവരെ. ഏറ്റവും അടുത്ത് എൻ്റെ PG സ്റ്റുഡൻറ്റ് നടത്തിയ ഒരു പഠനം, സ്കൂൾ +2 കുട്ടികളുടെ ഇടയിൽ നടത്തിയ പഠനത്തിലും 90% കുട്ടികളും ആൻസർ ചെയ്തത് അവർക്ക് ഈ വിശുദ്ധി ഉള്ള സ്ഥലങ്ങളിലേക്ക് കയറാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്
സ്റ്റഡീസ് തന്നെ അങ്ങനെ കാണിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലുള്ളത്. പിന്നെ അതുപോലെ കുറേ പേർക്കും പുറത്തു പോകാൻ, എന്തുകൊണ്ട് ആ സമയത്ത് പുറത്തു പോകാൻ പാടില്ല എന്നുള്ളതിൻ്റെ കാരണവും ചിലർക്ക് ഇതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, അതിനകത്ത് ഒരു സയൻറ്റിഫിക് ഫാക്റ്റും ഇല്ല. അത് ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഇത് റിഫ്ലക്സ് പതുക്കെയാണെന്ന്. ഇതിനൊക്കെ ഒരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ല. എങ്കിലും ഇത് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ സ്ത്രീകൾക്ക് കണക്കിൽ മോശമാണ്. അതിന് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. അത് അമേരിക്കയിലൊക്കെ നടത്തിയിട്ടുള്ള സ്റ്റഡീസ് കാണുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചലഞ്ച്, ത്രെറ്റ് കൊടുത്തിട്ട് ആണ് പരീക്ഷണങ്ങളിൽ നടത്തുമ്പം ജെൻഡർ ഒരു ത്രെറ്റ് കൊടുക്കും. അപ്പോൾ ആദ്യം തന്നെ സ്ത്രീകളോട് ഈ സ്റ്റീരിയോ ടൈപ്പിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. സ്ത്രീകൾ ഇങ്ങനെയൊക്കെയാണ്, ആണുങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ സ്കോർ വളരെ കുറവാണ്. പക്ഷെ അതൊന്നും ഇല്ലാതെ, ത്രെറ്റ് ഇല്ലാതെ ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈക്വലാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മളതൊക്കെ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കണക്കിൻ്റെ ഒരു ഹൈപ്പേഷ്യ നമുക്കറിയാവുന്നതാണ്. അവർ 4th century BC ജീവിച്ചിരുന്ന, യൂറോപ്പിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ്. അവർ വളരെ ബൗദ്ധികമായിട്ട് ഉയർന്ന രീതിയിലുള്ളൊരു സ്ത്രീയായിരുന്നു. അവരെ കൊന്നതാണ്, ഇതൊക്കെ നമുക്കറിയാം. പിന്നെ സ്വവർഗരതി പ്രകൃതി വിരുദ്ധമാണ്. ഇവിടെ ഒരുപാട് ചലഞ്ചിങ് ആണ്. എന്താണ് പ്രകൃതി? വീണ്ടും നമ്മൾ ഈ ബൈനറി, പ്രകൃതി, നേച്ചർ, കൾച്ചർ എന്നുള്ള ഒരു ബൈനറിയിലേക്ക് വീഴുന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ പ്രകൃതിയിൽ തന്നെ ഒരുപാട് ജീവികളിൽ ഹോമോസെക്ഷുവാലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ജീവികളിൽ അത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. പിന്നെ 2018 വരെ നമുക്ക് 377 ഉണ്ടായിരുന്നല്ലോ. ഇവിടെ നിയമപരമായിട്ട് തന്നെ അത് തെറ്റായിട്ട് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇതൊന്നും ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും തിരുത്തുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫോറൻസിക് ടെക്സ്റ്റ് ബുക്ക്, ഞാൻ മെഡിക്കൽ ഇത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ നിംഫോമാനിയക്കാണ്, ഹൈപ്പർ സെക്ഷുവലായിട്ടുള്ളവരാണ്, വളരെ മോശമായിട്ട് ഡെറഗേറ്ററി ആയിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ഇപ്പോഴും ഫോറൻസിക് മെഡിസിൻ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതൊന്നും മാറ്റുന്നില്ല എന്നുള്ള, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന രോഗമാണ്. ഇപ്പം മെഡിക്കൽ സയൻസ് വന്നതിന് ശേഷം അത് പണ്ട് മതപരമായിട്ട് അത് തെറ്റെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സയൻസ് അത് രോഗമാണ്, ഡീവിയേഷനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലും വളരെ കുറച്ച് റിസർച്ചുകൾ മാത്രമേ ഉള്ളൂ. റിസർച്ചുകൾ തീരെ കുറവാണ്. പക്ഷേ അതിൽ ചില വ്യത്യാസങ്ങൾ, ബ്രെയിനിൽ തന്നെ ചില വ്യത്യാസങ്ങൾ കാണുന്നതായിട്ടാണ് പഠനങ്ങൾ. പിന്നെ വളരെ സാധാരണയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഹോർമോണുകളുടെ ഒരു ഇംബാലൻസാണ് ഇതിനൊക്കെ കാരണം എന്നുള്ളത്. ഇപ്പോൾ ഹോർമോണുകൾ അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല. അല്ലെങ്കിലും ഹോർമോണുകൾ സെക്ഷുവാലിറ്റി തീരുമാനിക്കുന്നതിനൊരു ഘടകമാണ് എന്നുള്ള വാസ്തവമാണ്. പക്ഷേ ഹോർമോണുകളുടെ ഇംബാലൻസ് ഒന്നുമല്ല ട്രാൻസ്ജെൻഡർ ഇതൊക്കെ ആവുന്നത്. പക്ഷെ ആ രീതിയിൽ പറയുന്നു. എല്ലാ ജീവികളിലും വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്, മനുഷ്യർ മാത്രമാണ് അതിനെ അസ്വാഭാവികമായിട്ട് കാണുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു അപകടം ഇങ്ങനെ കാണുന്നുണ്ട്. കൺവേർഷൻ തെറാപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കൺവേർഷൻ തെറാപ്പി എന്ന് പറയാൻ പറ്റില്ല. ഡോക്ടർമാർ ഇപ്പോഴും അത് പ്രാക്ടീസിലുണ്ട്. ഡോക്ടർമാരും സൈക്കോളജിസ്റ്റുകളും ഒക്കെ തന്നെ ഇതിനെ മാറ്റിയെടുക്കാം, ഇങ്ങനത്തെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ഉള്ള മനുഷ്യരുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാം എന്നുള്ള തരത്തിൽ തെറ്റായ ചികിത്സകൾ, ഷോക്ക് തെറാപ്പി പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ജെൻഡർ ചേഞ്ച് എഫേർട്ട് എന്നാണ് നമ്മൾ പറയുന്നത്, കൺവേർഷൻ തെറാപ്പി എന്ന് പറയാറില്ല. ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ സ്ത്രീകളുടെ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം, പെണ്ണുങ്ങൾ വളരെ പാസീവാണ് സെക്ഷുവാലിറ്റിയിൽ. എന്താണെന്ന് വെച്ചാൽ മറ്റ് ജീവിവർഗങ്ങളിൽ ഈ സ്ട്രെസ് ഉള്ള സമയത്ത്, അതായത് ചന എന്ന് പറയുന്ന ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് മാത്രമാണ് അത് സെക്ഷുവലി ആക്റ്റീവായിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യ സ്ത്രീകൾ അങ്ങനെയല്ല. അത് നമ്മൾ സയൻസിനെ തന്നെ ഉപയോഗിച്ച് തെറ്റായിട്ടുള്ള ഒരു പ്രൊജക്ഷനാണ്. മനുഷ്യരുടെ ഇതിലങ്ങനെയല്ല. മെൻസ്ട്രുവേഷൻ പോലും വളരെ വ്യത്യസ്തമായിട്ടാണ്. ഡെസിഡ്യുവൽ മെൻസ്ട്രുവേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് സ്ത്രീകൾക്കുള്ളത്. അത് മറ്റ് ചില ജീവികളിലുണ്ട്, പക്ഷേ ചിമ്പാൻസിയിലൊന്നും ഉള്ളതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻവിധികളില്ലാതെ പഠിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സയൻസിനെ പ്ലേസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എവിടെയാണ് സയൻസിനെ വെക്കേണ്ടത്? അതിങ്ങനെ ആകാശത്ത് നിൽക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റില്ല. അത് ഒന്നിനെയും തൊടാതെ നിൽക്കുകയല്ല ചെയ്യുന്ന സയൻസ്. അത് അവിടെയാണ് ഒരു ചായ്വുണ്ട് എന്ന് പറയും. സയൻസിന്
അതിൻ്റെ എന്താ പറയുക, മുൻവിധികൾ ഉണ്ടാക്കുന്നിടത്തും ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ടാക്കുന്നിടത്തും വ്യവഹരിക്കുന്നിടത്ത്, ശാസ്ത്ര വ്യവഹാരങ്ങൾ, സയൻസ് വ്യവഹാരങ്ങൾ എന്ന് പറയുന്നിടത്ത് അത് കണക്റ്റഡാണ് പൊളിറ്റിക്സുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ഓർഗനൈസേഷൻസുമായിട്ട് കണക്റ്റഡാണ്. അവിടെയാണ് പലപ്പോഴും നമ്മൾ ഈ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ തന്നെ അരാഷ്ട്രീയമായി മാറുന്ന, അല്ലെങ്കിൽ വളരെ വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് മാറിപ്പോകുന്നതിൻ്റെ ഒരു കാരണം. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സയൻസിനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ അതിരുകൾ എന്താണ്, സയൻസിൻ്റെ ലിമിറ്റ് എന്താണ്, സയൻസ് അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സയൻസിന് അതിൻ്റെ ലിമിറ്റിനെ കുറിച്ച് നല്ലവണ്ണം അറിയാം. ആ ലിമിറ്റിനെ കുറിച്ച് നമ്മൾ ബോധമുണ്ടായിരിക്കണം. നമ്മളിപ്പോൾ റിസർച്ച് നടക്കുന്ന സമയത്ത് ആദ്യമേ സെറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഡിലിമിറ്റേഷൻ അല്ലെങ്കിൽ ലിമിറ്റേഷനാണ്. ഇപ്പോൾ നല്ലൊരു പേപ്പറാണോ അല്ലെങ്കിൽ നല്ലൊരു റിസർച്ചാണോ എന്ന് ഞാനൊക്കെ തീരുമാനിക്കുന്നത് അവർക്ക് എത്രത്തോളം, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും എത്രത്തോളം അവർക്ക് അതിൻ്റെ ലിമിറ്റേഷനെ അറിയാൻ പറ്റുന്നുണ്ട്, ആ ലിമിറ്റേഷനെ അവർ എത്രത്തോളം പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടാണെങ്കിലും അങ്ങനെ അല്ലാതെ ആണെങ്കിലും അതിനെ അറിയുന്നതാണ് ആക്ച്വലി സയൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പുതിയ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. ചോദ്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധ്യമുണ്ടാകണം. ഈ ചോദ്യം ആരുടേതാണ്, എന്തിനു വേണ്ടിയാണ്, അത് ഏറ്റവും പ്രധാനമാണ്. ശരിയായ ഒരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ശരിയായ ഒരു ഉത്തരം തന്നെ കിട്ടും. 99% ആൻസർ നമുക്ക് കിട്ടും സയൻറ്റിഫിക്. ചോദ്യം ശരിയായിരിക്കണം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും തിരുത്താൻ സന്നദ്ധമായിരിക്കും. സയൻസ് അതിന് സന്നദ്ധമാണ്. സയൻസ് കൈകാര്യം ചെയ്യുന്നവർ അല്ലെങ്കിൽ ചിലപ്പോഴല്ലെങ്കിലും സയൻസ് അതിന് സന്നദ്ധമാണ് എന്നുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ്.